പൊതുതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഇന്ത്യ മുന്നണി മോദിയും അമിത്ഷായും ജൂൺ 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. കാറ്റ് മാറി വീശുകയാണെന്ന് മമതാ ബാനർജിയും ലല്ലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയും എൻഡിഎയും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും നാളെ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. കാരണം 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് 1-ാം തീയതി എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും ഒടുവിലത്തെ 2 ഘട്ടങ്ങളിലെങ്കിലും ഇന്ത്യ മുന്നണി പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പോലും നേതാക്കൾ പറയുന്നു. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ഘടകകക്ഷികൾ ചർച്ച നടത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. 1-ാം തീയതിക്ക് ശേഷം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരാൻ ഒരുങ്ങുന്നു. അങ്ങനെ അധികാരത്തിലെത്തും എന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ പലവിധ കാരണങ്ങളുണ്ട്. അതിലൊന്ന് BJP പല വിഷയങ്ങളിലും പ്രതിരോധത്തിലായതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ലഭിച്ചതാണ്. ഈ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാകുമെന്ന് പോലും അമിത്ഷായെ കൊണ്ട് പറയിപ്പിച്ച തരത്തിലുള്ള ചില മാറ്റങ്ങളാണ്. ഒപ്പം ആദ്യഘട്ട അജണ്ടകളിൽ നിന്നും BJP പുറകോട്ട് പോയതാണ്. ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു കണക്കുകൂട്ടലൊക്കെ അനുസരിച്ച് കോൺഗ്രസ് ഒരു 100 സീറ്റ് എങ്കിലും നേടുക, 100-ന് മുകളിൽ സീറ്റ്, 100-നടുത്ത് സീറ്റുകൾ നേടുകയും മറ്റ് ഘടകകക്ഷികൾ അപ്രതീക്ഷിതമായ വിധം മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു പക്ഷേ BJPയെ അല്ലെങ്കിൽ NDAയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ കുറഞ്ഞത് 4-ാം തീയതി വരെയെങ്കിലും ഇവർ പുലർത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒക്കെ പരാമർശം എന്ന് പറയുന്നത് 4-ാം തീയതി കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും മോദിക്കും അവർ തൊഴിൽ രഹിതരാകും എന്ന കടുത്ത പരാമർശം ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുപോലെ മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവുമാകട്ടെ അവർ പറഞ്ഞു വെക്കുന്നത് മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. അങ്ങനെ ഘടകകക്ഷികൾ വലിയ പ്രതീക്ഷയിലാണ്, ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. മറുഭാഗത്ത് കോൺഗ്രസിനെ അടക്കം ആക്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഇന്നലെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഈ പിന്നാക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് പറയുന്നു. ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നു. മമതാ ബാനർജിക്കെതിരെ ശക്തമായ ആക്രമണം ബംഗാളിൽ നടത്തുന്നു. അത്തരത്തിൽ നരേന്ദ്രമോദിയും ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. കഴിഞ്ഞ തവണത്തെ സീറ്റ് എണ്ണം നിലനിർത്തും. 400 കടന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ സീറ്റ് എണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണത്തിൽ തുടരാനാകുമെന്ന ആത്മവിശ്വാസം NDA പുലർത്തുന്നുണ്ട്. അങ്ങനെ ഈ അവസാന ലാപ്പ് ആകുമ്പോഴേക്കും 2 മുന്നണികളും ഒരുപോലെ തങ്ങളുടെ കളം മുറുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.